നമസ്കാരം, ഞാൻ ഡോക്ടർ ഗോപിനാഥ് വിളി. നമ്മളിൽ പലരും ഇന്ന് ചിക്കൻ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ബ്രോയിലർ ചിക്കൻ. ബ്രോയിലർ ചിക്കൻ എല്ലാ ദിവസവും കഴിക്കുന്നവരും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും കൂടെ ബ്രോയിലർ ചിക്കൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? അതുപോലെ തന്നെ അത് ഹോർമോണിൽ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടോ? ഈ ഹോർമോൺ കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളിൽ പ്രായപൂർത്തിയാവൽ എന്ന പ്രക്രിയ നേരത്തെ ആകുമോ? പിന്നെ ഇത് ഹൃദയാഘാതത്തിനോ മറ്റെന്തെങ്കിലും രോഗങ്ങൾക്ക് കാരണമാവുമോ? തുടങ്ങി പല സംശയങ്ങളും ഇന്ന് നമ്മുടെ ആൾക്കാർക്കുണ്ട്. ആ സംശയങ്ങൾക്ക് മറുപടിയായിട്ടാണ് നമ്മൾ ഇന്ന് ആ വിഷയം തന്നെ ഇവിടെ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു, മാംസഭക്ഷണം കഴിക്കുന്നവർ ഏറ്റവും കൂടുതലുള്ളത് ഇന്ന് കേരളത്തിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അത് കേരളത്തിൽ തന്നെയാണ്. ഏതാണ്ട് ഒരാഴ്ചയിൽ 60 ലക്ഷം കിലോ ചിക്കൻ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം 4000 കോടി രൂപയുടെ ചിക്കനാണ് ഒരാഴ്ചയിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ ഉപയോഗം ഓരോ വർഷവും 11% കണ്ട് വർദ്ധിക്കുന്നു എത്രേ. അപ്പോൾ ഈ മാംസഭക്ഷണം പലതുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് റെഡ് മീറ്റ് ഒരു വശത്ത്, അതായത് ബീഫ്, മട്ടന്, പോർക്ക്, ചിക്കൻ മറുവശത്ത്. അപ്പോൾ ഇങ്ങനെ ഈ മാംസഭക്ഷണങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, ചിക്കൻ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാവോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിനെപ്പറ്റിയുള്ള സംശയങ്ങളും ഇന്ന് ധാരാളമുണ്ട്. അപ്പോൾ ഈ ബ്രോയിലർ ചിക്കൻ്റെ മേന്മകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. അതായത് ഈ ബ്രോയിലർ ചിക്കന് മറ്റ് മാംസഭക്ഷണത്തെക്കാൾ കൂടുതലായിട്ട് ചില മേന്മകളുണ്ട്. ഏറ്റവും പ്രധാനം അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ്. അതായത് ഈ ചിക്കനകത്ത് പ്രോട്ടീനുണ്ട്. അതൊരു കംപ്ലീറ്റ് പ്രോട്ടീനാണ്. കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ അമിനോ ആസിഡുകളും അതിലടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 9 അമിനോ ആസിഡുകൾ, എസൻഷ്യൽ അമിനോ ആസിഡ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതായത് ആ 9 അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി ആ അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിൽ എത്തണം. അപ്പോൾ അങ്ങനെയുള്ള 9 അമിനോ ആസിഡുകളും ഈ ചിക്കൻ്റെ പ്രോട്ടീനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ ഏറ്റവും നല്ലതാണ്. പിന്നെ അതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട്. അതായത് വൈറ്റമിൻ B12 ഉണ്ട്, വൈറ്റമിൻ B6 ഉണ്ട്, തുടങ്ങിയ വൈറ്റമിൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ മിനറൽസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ധാരാളമായിട്ട് സെലീനിയം അടങ്ങിയിട്ടുണ്ട്, സിങ്ക് കുറച്ച് അടങ്ങിയിട്ടുണ്ട്, ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മിനറൽസ് ധാരാളമുണ്ട്. ഈ മിനറൽസിൽ സെലീനിയം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഈ സെലീനിയം നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അത് ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റാണ്. പിന്നെ സെലീനിയം നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് സെലീനിയം. അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിലും സെലീനിയം ആവശ്യമാണ്. അപ്പോൾ സെലീനിയം ധാരാളമായിട്ട് ചിക്കനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ചിക്കനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് അതിലെ കൊഴുപ്പാണ്. മറ്റ് മാംസഭക്ഷണവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് റെഡ് മീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രോട്ടീൻ്റെ അളവും അതുപോലെ തന്നെ കൊഴുപ്പിൻ്റെ അളവും ചിക്കനിൽ അല്പം കുറവാണ്. ചിക്കനിൽ അടങ്ങിയിരിക്കുന്നത് ഫാറ്റ്, അത് അതിൻ്റെ തൊലിയിലാണ് കൂടുതൽ. നമ്മൾ തൊലി നീക്കിയ ബ്രോയിലർ ചിക്കനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആ കൊഴുപ്പിൻ്റെ അളവ് വീണ്ടും കുറയ്ക്കുവാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന്, ഈ റെഡ് മീറ്റിനകത്തൊക്കെയുള്ള പ്രോട്ടീനിൻ്റെ അളവ് ഇതിനെക്കാട്ടിൽ അല്പം കൂടുതലാണ്. അപ്പം മറ്റ് മാംസഭക്ഷണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ചിക്കൻ അല്പം പുറയിലാണ് പോഷകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ. അതായത് പ്രോട്ടീൻ അതിനെക്കാട്ടിൽ അല്പം കുറവാണ്. പിന്നെ രണ്ടാമത് ഹീം, അല്ലെ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന ഹീം നമ്മുടെ റെഡ് മീറ്റിലാണ് കൂടുതലായിട്ടുള്ളത്. ഇതിനകത്ത് പൊതുവേ അല്പം കുറവാണ്. അപ്പം നമുക്ക് അനീമിയ അല്ലെ രക്തക്കുറവുള്ളവർക്കൊക്കെ റെഡ് മീറ്റാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ റെഡ് മീറ്റിനകത്ത് വൈറ്റമിൻ B12 അതുപോലെ തന്നെ വൈറ്റമിൻ B6 ഒക്കെ അല്പം കൂടുതലുണ്ട്. സെലീനിയവും അല്പം കൂടുതലുണ്ട്. റെഡ് മീറ്റിലാണ് കൂടുതൽ എങ്കിലും ഈ ചിക്കൻ ആണ് കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്നത്. കാരണം ചിക്കനകത്തെ കൊഴുപ്പ് വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കമ്പാരിസൺ. നമ്മൾ ആദ്യം സൂചിപ്പിച്ച മലയാളികളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഒന്ന് ചർച്ച ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനടങ്ങിയിട്ട് ഹോർമോൺ അടങ്ങിയിരിക്കുന്നു എന്നാണ്. ഈ ബ്രോയിലർ കോഴിയെ വളർത്തുന്ന ഫാമിൽ ഇതിനെ ഹോർമോൺ കുത്തിവെക്കുന്നു, അല്ലെ ഹോർമോൺ അടങ്ങിയ തീറ്റകൾ കൊടുക്കുന്നു. അതുകൊണ്ട് എൻ്റെ ശരീരത്തിലും എൻ്റെ മാംസത്തിലും ഒക്കെ ഈ ഹോർമോൺ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഹോർമോൺ അടങ്ങിയിരിക്കുന്ന ബ്രോയിലർ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ പെട്ടെന്ന് പ്രായപൂർത്തിയാവുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഹോർമോൺ മറ്റെന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, അതിനെപ്പറ്റി ഉള്ള ഒരു ചർച്ച
ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച ആൾക്കാർ പറയുന്ന അവരും രണ്ട് തട്ടിലാണ് ഇതിനകത്ത്. അതായത് വിദഗ്ധരും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. ചിലർ പറയുന്നു ഇതിനകത്ത് ഹോർമോണുണ്ട്, മറ്റു ചിലർ പറയുന്നു ഹോർമോണൊന്നും കൊടുക്കുന്നില്ല, ഈ ബ്രോയിലർ കോഴിയുടെ മെറ്റബോളിസം തന്നെ മറ്റ് രീതിയിലാണ്. ഈ ബ്രോയിലർ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതനുസരിച്ച് അവ വളരും എന്നാണ് ചിലർ പറയുന്നത്. ഈ കോഴി ഫാം കൂടുതലും നമുക്ക് തമിഴ്നാട്ടിലൊക്കെയാണുള്ളത്. അപ്പോൾ നമുക്കതിന് ശരിക്കുള്ള സത്യാവസ്ഥ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഏതൊക്കെയായാലും അതൊരു ചർച്ചാ വിഷയമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു കൂട്ടർ പറയുന്നു അതിനകത്ത് ഹോർമോണിൻ്റെ സാധ്യതയുണ്ട്, ചിലർ പറയുന്നു ഹോർമോൺ ഇല്ല എന്നും. പിന്നെ മറ്റൊരു പ്രശ്നം ഇതിനകത്ത് ആൻറ്റിബയോട്ടിക്സ് ഇതുവല്ലോ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ICMR നടത്തിയ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ട് അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ അഭിപ്രായം അനുസരിച്ച് കേരളത്തിൽ നിന്നും ശേഖരിച്ച കുറച്ച് ചിക്കൻ സാമ്പിളുകളിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ സാന്നിധ്യം അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് കൂടുതലുള്ള ചിക്കൻ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ കാലം അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർ വളർന്നു കഴിയുമ്പോൾ അവരിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ ബ്രോയിലർ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്, അല്ലെ അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഈ ഹാർട്ട് അറ്റാക്കിനെ സംബന്ധിച്ച് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഘടകങ്ങൾ, നേരിട്ടുണ്ടാകുന്ന റിസ്ക് ഫാക്ടേഴ്സ് അല്ലെ ഘടകങ്ങൾ ഒന്നും ചിക്കനകത്തില്ല. ചിക്കനകത്തുള്ള B6 എന്ന വൈറ്റമിൻ ശരിക്കും ഹാർട്ട് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒന്നാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ രക്തത്തിൽ ഹോമോസിസ്റ്റീൻ എന്ന ഒരു അമിനോ ആസിഡിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഹോമോസിസ്റ്റിനെ കുറയ്ക്കുവാൻ നമ്മുടെ ഈ ചിക്കനിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B6 കഴിയും എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. ഇനിയും നമുക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് ചിക്കൻ നമ്മുടെ തീൻ മേശയിലെത്തുന്നത് പല രൂപത്തിലും ഭാവത്തിലുമാണ്. നിങ്ങൾക്കറിയാം, ബ്രോയിലർ കോഴി പൊരിച്ചതുണ്ട്, അത് വരട്ടിയതുണ്ട്, ബ്രോയിലർ കറിയായിട്ടുണ്ട്, ചില്ലി ചിക്കനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ നമ്മൾ കുഴിമന്തിയുണ്ട്, ആൽഫാമുണ്ട്, അതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കനുണ്ട്. ഇങ്ങനെ പല പല ഐറ്റത്തിലാണ് നമ്മുടെ തീൻ മേശയിലെത്തുന്നത്. അപ്പോൾ ഇതിനെല്ലാം കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മൾ ചിക്കൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആരോഗ്യപരമായ പാചക രീതികൾ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ അപകടങ്ങൾക്ക് കാരണമാകാം. അതായത് ചിക്കൻ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ലത് കറിയായിട്ട് ഉപയോഗിക്കുകയാണ്. നമ്മൾ എണ്ണയിലിട്ട് അത് വറുത്ത് കഴിയുമ്പോൾ, എണ്ണയെന്ന് പറഞ്ഞാൽ ദ്രവരൂപത്തിലുള്ള കൊഴുപ്പാണ്. അപ്പോൾ കൊഴുപ്പ് അങ്ങനെ ചെയ്യുമ്പോൾ കൊഴുപ്പ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലെത്തും. കൊഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വലിയൊരു ഊർജ്ജ സ്രോതസ്സാണുള്ളത്. അതായത് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് 4 കാലറി ഊർജ്ജം തരുമ്പോൾ അതേ അളവിലുള്ള, അതായത് 1 ഗ്രാം കൊഴുപ്പ് നമുക്ക് 9 കാലറി ഊർജ്ജമാണ് ശരീരത്തിലെത്തുന്നത്. അപ്പോൾ നിവൃത്തിയുണ്ടെങ്കിൽ കൂടുതൽ ഊർജ്ജം തരുന്ന വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ എണ്ണയിലിട്ട് വറക്കുമ്പോൾ അതിൻ്റെ കാലറി കണ്ടൻറ്റ് വളരെയധികം വർദ്ധിക്കുന്നു. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ചിക്കൻ കറി വെച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആവിയിൽ വേവിക്കുന്നതൊക്കെ അത് വളരെ നല്ലതാണ്. പിന്നെ ഗ്രിൽഡ് ചിക്കൻ കുഴപ്പമില്ല. ഗ്രിൽഡ് ചിക്കൻ ആകുമ്പോഴും അല്ലെങ്കിൽ ബാർബിക്യൂ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ ഗ്രില്ല് ചെയ്യുമ്പോഴും ബാർബിക്യൂ ഒക്കെ ചെയ്യുമ്പോഴും ഒക്കെ ആ ചിക്കൻ കരിയാതെ ശ്രദ്ധിക്കണം. അത് കരിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാർസിനോജൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാർസിനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കുന്ന വിഷവസ്തു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചിക്കൻ ഒരുവിധം നല്ലതാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ചിക്കൻ ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം ചിക്കൻ ഉപയോഗിക്കണം എന്ന് പലർക്കും സംശയം കാണും. അതിനും നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ഒരാൾ ചിക്കൻ ഉപയോഗിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അയാളുടെ ജീവിതശൈലിയും അതുപോലെ തന്നെ പാചക രീതിയും അനുസരിച്ച് അതിൻ്റെ അളവിൽ മാറ്റം വരാം. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ചിക്കൻ എല്ലാ ദിവസവും ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഒരേ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നമുക്ക് ചിക്കൻ്റെ ആവശ്യം, അതിൻ്റെ അളവ് കുറവാണ്. ഒരു ദിവസം നമുക്ക് ചിക്കൻ്റെ അവർ പറയുന്നത് ഒരു സെർവിങ്, അതായത് 100 മുതൽ 150 ഗ്രാം എന്നാണ് ഒരു സെർവിങ്ങിന് പറയുന്നത്. അങ്ങനെയുള്ള സെർവിങ്സ് ഒരാഴ്ചയിൽ നമ്മൾ 2 or 3 എടുക്കാനാണ്
പോഷക വിദഗ്ധർ പറയുന്നത്. കുട്ടികളാണെങ്കിൽ അതിൻ്റെ പകുതിയും ഉപയോഗിക്കുക. അപ്പോൾ ഈ ബ്രോയിലർ ചിക്കന് എന്തെല്ലാം അപകടങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ ബ്രോയിലർ ചിക്കൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്, നമ്മൾ സാധാരണ ചർച്ച ചെയ്യാറുള്ള പല കാര്യങ്ങളും നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും ചിക്കൻ കഴിക്കുന്നതാണ്. അതുകൊണ്ട് ചിക്കനെ പറ്റിയുള്ള സംശയങ്ങളും അതിനെപ്പറ്റിയുള്ള അറിവും എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ. അവർക്കെല്ലാം ഇതിൻ്റെ പ്രയോജനങ്ങൾ കിട്ടട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.